ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 മലയാളം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 25 എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരം വെച്ചിട്ട് 25-ാം തീയതി ഗ്രാൻഡ് ലോഞ്ച് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. എല്ലായിട്ടും തന്നെ ആയിരിക്കും അങ്ങനെ മക്കളെ. മോനെ സുഖമല്ലേ? അപ്പോൾ ഏതാണ്ട് 20ഓളം ആളുകൾ പങ്കെടുക്കാനുണ്ട്. ഏതാണ്ട് 100-ലധികം ആളുകളെ ഒഡീഷൻ ചെയ്തു. ആദ്യത്തെ സൂം ഒഡീഷനൊക്കെ അവസാനിച്ചു. അതിനുശേഷമുള്ള ഒഡീഷനും ഇന്റർവ്യൂ ഒക്കെ നിലവിൽ നടക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ പ്രമോ, ഒരു ലോഞ്ചിങ് പ്രമോ, കമ്മിങ് സൂൺ പ്രമോ ഒക്കെ ജനുവരി ആദ്യത്തെ ആഴ്ചയോടെ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കുറച്ചുകൂടെ നീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻ മത്സരാർത്ഥികളെ വെച്ചിട്ടുള്ള പ്രമോ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻ പല മത്സരാർത്ഥികളെ വിളിച്ചിട്ട് അവരുടെ ഷൂട്ടൊക്കെ ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെതായിട്ട് കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും ചെന്നൈയിൽ വെച്ചിട്ടാണ് ബിഗ് ബോസിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ വളരെ അടുത്താണല്ലേ. അപ്പോൾ ആളുകൾ കഴിഞ്ഞിട്ടും ഇവിടുന്നൊക്കെ ഒരുപാട് ആളുകൾ കാണാൻ മുംബൈയിലൊക്കെ പോയ പോലെ തന്നെ മുംബൈയിൽ പോകണ്ട, ചെന്നൈയിൽ പോയാൽ മതി, അടുത്താണ്. അപ്പോൾ ചെന്നൈയിലുള്ള മറ്റെല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിട്ടുണ്ട്. കോവിഡ് അല്ലെങ്കിൽ അവിടുത്തെ പ്രളയമൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വെല്ലുവിളി ആകുമെന്നുള്ള രീതിയിൽ പല ആളുകളും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെല്ലുവിളികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കുറച്ച് ആളുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൺഫേം എന്ന് വെച്ചാൽ ആദ്യത്തെ ഓഡീഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ ചില ഓഡീഷന് വെയിറ്റ് ചെയ്യുന്ന, എന്നാൽ ചില ഓഡീഷൻ കഴിഞ്ഞിട്ടുള്ള ഏഷ്യാനെറ്റ് തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് പുറത്തു വന്ന ചില ലിസ്റ്റാണ്. അതിൽ ആദ്യത്തേത് യൂട്യൂബറായിട്ടുള്ള ജാസ്മിൻ ജാഫറാണ്, യൂട്യൂബറാണ്. രണ്ടാമതായിട്ടുള്ള നമ്മുടെ ഫിലിം ക്യാമറാമാൻ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ കത്തി നിന്ന ഷാലു പേടാണ് രണ്ടാമതായിട്ട് ഉള്ള ആള്. മൂന്നാമതായിട്ടുള്ള സീരിയൽ ആക്ടറായിട്ടുള്ള ജിത്തു വേണുഗോപാലാണ്. അദ്ദേഹം ഇപ്പോൾ സീരിയലിലൊക്കെ അഭിനയിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം. നാലാമതുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അമയ പ്രസാദാണ്. അമയ പ്രസാദ് ട്രാൻസ്വുമണാണ്. അഞ്ചാമതായിട്ട് സീരിയൽ സിനിമ രംഗത്ത് സജീവമായിട്ടുള്ള റെബേക്ക സന്തോഷാണ്. ആറാമതായിട്ട് നമുക്കൊക്കെ അറിയാം, ഓൺലൈൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോണിൽ നോക്കുന്ന ആർക്കും അറിയാൻ പാടില്ലാത്ത വ്യക്തിത്വമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ വീണ മുകുന്ദൻ, ആങ്കർ. അവരും ഈ ലിസ്റ്റിൽ ഇടം വെച്ചിട്ടുണ്ട്. അവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഏഴാമതായിട്ട് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, യൂട്യൂബറാണ്. എട്ടാമതായിട്ട് RJ ലുലു, പുള്ളിക്കാരൻ ബിഗ് എഫ്എമ്മിലെ RJ ആണ്. അപ്പോൾ റേഡിയോ ജോക്കിയാണ്. അതും അധികം ആരും കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു പേരാണ് RJ ലുലു. ഒമ്പതാമതായിട്ടുള്ള അനീഷ നായരാണ്. അനീഷ നായർ ഒരു മോഡലാണ്. പുള്ളിക്കാരി മോഡൽ രംഗത്ത് നിൽക്കുന്നതാണ്, അതുകൊണ്ട് ഒരുപാട് പേർക്കറിയാൻ പാടില്ല. പത്താമതായിട്ടുള്ള മുഹമ്മദ് ജാസിലിനെ എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരിയോ അങ്ങനെ, കാരണം അവരുടെ എന്താ പറയുക, ഏത് ഇതിൽ ആ കാറ്റഗറിയിൽ വരുന്നത് പേഴ്സണലി എനിക്ക് അറിയത്തില്ല. അവർ പല അഭിപ്രായങ്ങളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഇൻസ്റ്റയിൽ റീൽസ് കാണുന്നതാണ്. അപ്പോൾ അവർ ഇതിലുണ്ട്. അതുപോലെ തന്നെ 11ാമതായിട്ട് അൻസിഫ് മോൺലൈറ്റ് മീഡിയ, യൂട്യൂബറാണ്. ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കൊക്കെ അറിയാം, ബിഗ് ബോസ് റിവ്യൂ ആയിട്ട് വന്ന്. അതുപോലെ തന്നെ കുറേ യൂട്യൂബ് ചാനലിലുള്ള അൻസിഫും ഈ ലിസ്റ്റിലുണ്ട്. അൻസിഫിൻ്റെയും ഫസ്റ്റ് ഓഡീഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 12ാമത് നീതു ജിതേഷ്, ബ്ലോഗറാണ്, എഴുത്തുകാരിയായ നീതു ജിതേഷ്. 13ാമതായിട്ട് അശ്വതി. ഈ അശ്വതിയും ഒരു എഴുത്തുകാരിയാണ്, വ്ളോഗറാണ്. പണ്ട് വ്ളോഗിങ് ഒക്കെ ആയിരുന്നു തരംഗമായിട്ടുള്ളത്. അപ്പോൾ 2 വ്ളോഗർമാരെ ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷമാനാണ്. അതുപോലെ ഈ വട്ടം കൂടുതലും സോഷ്യൽ മീഡിയ രംഗത്തുള്ള ആളുകൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു 13 പേരുടെ ലിസ്റ്റാണ് നമുക്ക് എന്താ പറയുക, അകത്ത് നിന്ന് ഒരു പരിധി വരെ ഒരു 80% കൺഫേം ആയിട്ട് നമുക്ക് പുറത്ത് കിട്ടുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ പല ആളുകളും ഉണ്ടാവും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് 1-2 പേരുകളൂടെ കേട്ടു. പക്ഷെ അത് എനിക്കത്ര കൺഫേം അല്ലാത്തതുകൊണ്ട്. എന്നാലും ഡയാനയെ നമുക്കറിയാം, നമ്മുടെ വിശാലിൻ്റെ ഷോയുടെ ആങ്കറാണ്. അതുപോലെ തന്നെ ഡയാന ഹമീദ് എന്നാണ് ആ കുട്ടിയുടെ പേര്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ത്തൊക്കെ ഒരുപാട് പ്രോഗ്രാമിനകത്തുള്ള സാമാജികനകത്തൊക്കെ ഉള്ള ഡയാനയുടെ പേരും ഞാൻ കേട്ടു. ഇത്ര കൺഫേം ആയിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഒട്ടനവധി ആളുകൾ ഏറ്റവും മത്സരത്തിൽ മാറ്റുരയ്ക്കാനുണ്ടാവും. ഞാൻ തന്നെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പല ആളുകളുടെ പേര് ഇതിലേക്ക് വന്നിട്ടില്ല. കാരണം നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ലിസ്റ്റ് ഇതാണ്.
കാരണം ഇതിൽ നിന്ന് ഇനി കുറയുമോ ഇത് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഏഷ്യാനെറ്റാണ് അവസാനം സ്റ്റാറായി നിൽക്കുന്നവരെയൊക്കെ റേറ്റിങ്ങിന് വേണ്ടി വിളിച്ചുകൊണ്ട് വന്നേക്കാം, അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഒരു ലിസ്റ്റ് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുന്ന ലിസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് പ്രമോ ഈ ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം, അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാം. എന്തായാലും മുൻ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ടുള്ള പ്രമോ ഷൂട്ട് അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്, അത് ഏഷ്യാൻ്റെ കൂടെ പുറത്തു വിടും. എന്തായാലും പ്രൈം ടൈം സീരിയൽസ് ആയ സാന്ത്വനം അവസാനിക്കാൻ പോവുകയാണ്, അതുപോലെ വേറെ 1-2 സീരിയൽസ് കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ സ്ലോട്ട് എന്തായാലും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് തുടങ്ങുമ്പോഴത്തേനും ഒഴിവാക്കും. ഒരു മണിക്കൂർ അത് കഴിഞ്ഞിട്ടുള്ള റിപ്പീറ്റിനുള്ള ഒരു ടൈമൊക്കെ ഏഷ്യാനെറ്റ് നമുക്ക് മാറ്റിയിടാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അടുത്ത മാസം ബിഗ് ബോസ് സീസൺ 6 കാണാനുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ദിസ് ഇസ് ചിന്താ സൈനിങ് ഓഫ്.